ശ്രീ പി കെ ഗോപൻ, കോൺഗ്രസ് വാദങ്ങൾ അങ്ങേയറ്റം ദുർബലമാണ്. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ഒരാൾക്കും എത്താൻ കഴിയുന്നില്ല. ഞാനതിൻ്റെ നിയമത്തെ ദുരുപയോഗിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. ഒരു 24 മണിക്കൂർ സമയം കണക്കാക്കിയാൽ കൈരളിയുടെ തന്നെ ഏതാണ്ട് 10-ലധികം കാർഡുകളാണ്, സമൂഹമാധ്യമ കാർഡുകളാണ് മെറ്റ നീക്കം ചെയ്തിട്ടുള്ളത്. മെറ്റയ്ക്ക് ഭയങ്കരമായ പ്രശ്നമാണല്ലോ കൈരളിയുടെ കാർഡുകൾ. അങ്ങനെ മെറ്റയ്ക്ക് കൈരളിയുടെ കാർഡുകൾ ഒരു പ്രശ്നമായി തോന്നണമെങ്കിൽ പ്രശ്നമായ ചിലർ മെറ്റയ്ക്ക് മുമ്പിൽ വലിയ പ്രശ്നമായി ചെന്നിട്ടുണ്ടാവണം. അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രമാണിമാർ തന്നെയാണവർ. അവരുടെ നിരന്തര ഇടപെടലും ശല്യവും മെറ്റയ്ക്ക് ഈ നിയമത്തെ ദുരുപയോഗിച്ച് ഇങ്ങനെ പെരുമാറേണ്ടതായി വരുന്നു. കേരളത്തിലെ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. നിയമം വ്യവസ്ഥ ചെയ്യുന്നത് അങ്ങനെയല്ല. എന്നിട്ട് അതിനെ ദുരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് വലിയ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് മുമ്പിൽ വരികയാണ്, ജനങ്ങൾക്ക് മുമ്പിൽ ഇത് തുറന്നു കാട്ടാൻ. ശ്രീ ശരത്ത്, നമ്മളിതിൽ കാണേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എല്ലാ ഓർമ്മയിലുണ്ടല്ലോ, ഈ ഡൽഹിയിൽ നടന്ന സമരത്തിൽ വി.ഡി. സതീശൻ എതിർശ്യാ പങ്കെടുത്തു. ഒരക്ഷരം മിണ്ടിയില്ല അദ്ദേഹം അവിടെ ആ സമരത്തിന് അനുകൂലമായി കേന്ദ്ര സർക്കാരിനെതിരായി. ആ സമരവുമായി ബന്ധപ്പെട്ട് മെറ്റയ്ക്ക് പരാതി കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നീക്കം ചെയ്യിച്ചു. ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ രജി ഇവിടെ പറഞ്ഞത് ഇത് മെറ്റ സുമോട്ടോ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് BJPയുടെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിമതനായിട്ടുള്ള ആരാണ്? ഒറ്റ വാക്കിൽ ഒരു PSC പരീക്ഷയ്ക്കും ഉദ്യോഗാർത്ഥികൾക്ക് വിഷമിക്കേണ്ടി വരില്ല. ഒന്നാമത്തെ ഉത്തരം വി.ഡി. സതീശനാണ്. അതായത് നരേന്ദ്ര ദാമോദർ മോദി, വടശ്ശേരി ദാമോദർ മേനോൻ, ഇത് രണ്ടും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം സമ്മതിക്കണം, വി.ഡി. സതീശൻ്റെ പോസ്റ്റ്, അദ്ദേഹത്തിന് എഗൻസ്റ്റായിട്ട് വരുന്ന പോസ്റ്റ് നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. മെറ്റയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന നിയമം യഥാർത്ഥത്തിൽ അങ്ങ് നേരത്തെ നിങ്ങൾ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കലാപാഹ്വാനവും വർഗീയതകളെ ഉണ്ടാക്കുന്ന അത്തരം ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ സോഫ്റ്റ് അടിയന്തരാവസ്ഥ, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ, സോഫ്റ്റായിട്ടുള്ളൊരു അടിയന്തരാവസ്ഥ കേരളത്തിൽ വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മേൽ പ്രയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് പത്രസമ്മേളനത്തിലും കൈരളിയെയും ദേശാഭിമാനിയെയും കുറ്റപ്പെടുത്തുന്ന ആൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അവർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ 7 മണി ന്യൂസിന് വേണ്ടി ഇട്ട പോസ്റ്റ് കാർഡ് വളരെ പെട്ടെന്ന് ഒരു 10-15 സെക്കൻഡിനുള്ളിൽ റിമൂവ് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് കലാപാഹ്വാനത്തെ ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെറ്റയെ സ്വാധീനിച്ചിരിക്കുന്നു, പത്രസ്വാതന്ത്ര്യം ഹനിച്ചിരിക്കുന്നു, അദ്ദേഹത്തിനെതിരായിട്ട് വരുന്ന ഒരു പോസ്റ്റും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണിത്. ഈ തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം, ഇവിടെ നമ്മൾ കാണേണ്ടത് TG മോഹൻദാസ് പ്രക്ഷേപിച്ച ആ വസ്തുക്കളുണ്ടല്ലോ, അത് നീക്കം ചെയ്യിച്ചിട്ടില്ലല്ലോ. TG മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യവും നീക്കം ചെയ്യിച്ചിട്ടില്ലല്ലോ. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ പരാതി നീക്കം ചെയ്തിരിക്കുന്നു. ഇടതുപക്ഷ ആശയങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ, ഇത് ചെറിയ പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല, ഇത് വലിയ പ്രശ്നമായിട്ട് ഏറ്റെടുക്കാൻ പോവുക. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കേരളം ഇതിനെ സഹിക്കേണ്ടതെന്നുകൂടി പറയണം. അപ്പോൾ വി.ഡി. സതീശനെതിരായിട്ട് ഒരു കമൻറ്റും ഇനി കേരളത്തിൽ ആരും പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏകാധിപതിയേക്കാൾ വലിയ ഏകാധിപത്യത്തിലേക്ക് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ രജി പറഞ്ഞു അങ്ങനെ അത് ഞാൻ പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ടാണ് കണക്കാക്കിയത്. ശ്രീ രജി, കോൺഗ്രസിൻ്റെ ആഭ്യന്തര തർക്കകാലത്ത് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM എടുത്തൊരു നിലപാടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടത്തില്ല. കരുണാകരൻ്റെ കാലത്ത്, AK-ൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഞങ്ങളിത് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം വളർന്നു വന്നിട്ട് ഞങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കണ്ട, നിങ്ങൾ 5 വർഷം തന്നെ ഭരിക്കണം. ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ നിങ്ങൾ ചേഞ്ച് കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ ഈ കേരളത്തിലെ ജനത 102 സീറ്റ് നിങ്ങൾക്ക് തന്നെങ്കിൽ 120 സീറ്റ് അടുത്ത പ്രാവശ്യം മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ നിങ്ങളെ കൈയൊഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം ഞങ്ങൾക്ക് സഹായിയായിട്ട് വേണ്ട. ഇനി രക്തസാക്ഷി ഫണ്ടിൻ്റെ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിണറായിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്ന പടത്തെയും വി.ഡി. സതീശൻ്റെ കൂടെ ഹുസൈൻ നിന്ന പടവുമായിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ എൻ്റെ രജി, നിങ്ങളെ ഞാൻ വ്യക്തിപരമായി പറയല്ല, നിങ്ങളുടെയൊക്കെ തൊലിക്കെട്ടി പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങളെയും സമീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് നേരിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കലഹമായിട്ട് തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ, അതായത് ശുദ്ധിയും വ്യക്തിത്വവും അന്തസ്സുമുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സതീശൻ്റെ ഈ നിലപാടിനെതിരായിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. ശരി.